ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരു മിഷണറി ആകുവാൻ നിങ്ങൾക്ക് കോളിംഗ് ഉണ്ടോ? കഴിഞ്ഞ എപ്പിസോഡിൽ ടാൻസാനിയയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ടാൻസാനിയയിൽ പ്രവർത്തിക്കുന്ന ദേവദാസൻ പാസ്റ്റർ നിബിൻ എബ്രഹാമുമായി ഒരുമിച്ചുള്ള ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞു പോയ എപ്പിസോഡ്. ഞാനിപ്പോഴും ടാൻസാനിയയിൽ തന്നെയാണ്. എൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ബോധ്യം വന്നു. ടാൻസാനിയയിൽ വരുവാനും മറ്റ് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുവാനുമൊക്കെ അവസരം ലഭിച്ചതിൻ്റെ ഫലമായിട്ട് മിഷണറി കോളിംഗ് ഉള്ള അനേകർ അവരുടെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ചിലർക്ക് ഒരു മിഷണറി കോളിംഗ് ഉണ്ട് എന്ന് പോലും അവർക്ക് അറിയുവാൻ കഴിയുന്നില്ല. അവർക്കൊരു കോളിംഗ് ഉണ്ട്, പക്ഷേ അവരത് തിരിച്ചറിയാതിരിക്കുന്നു. അതിനാൽ മിഷണറി കോളിംഗുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കുവാൻ വേണ്ടി എൻ്റെ ഹൃദയത്തിൽ ബോധ്യമുണ്ടായി. നമ്മളെല്ലാവരും കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ ഉത്തരവാദിത്വമുള്ളവരാണ്. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമല്ലേ. നരകം ഒരു യാഥാർത്ഥ്യമാണ്, സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനപ്പുറത്തുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, നിത്യജീവൻ സ്വീകരിക്കുവാൻ, സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഏക വഴി കർത്താവാകുന്ന യേശു ക്രിസ്തു. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അത് നമ്മൾ അനുഭവിക്കുന്നവരാണ്. നമ്മളത് അനുഭവിക്കുന്നതിനാൽ ആ സത്യം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ അതോടൊന്നിച്ച് തന്നെ ചിലർക്ക് മിഷണറീസായിട്ട് പോകുവാൻ വേണ്ടി, ചില ദേശങ്ങളിലേക്ക് പോകുവാൻ, മറ്റു ചില ജനക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് കടന്നു ചെന്ന് അവരോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനുള്ള കോളിങ് ചിലരുടെ മേൽ വരും. മിഷണറീസായിട്ട് പോകുവാനുള്ള കോളിങ് ചിലരുടെ മേൽ വരും. അങ്ങനെയുള്ള ഒരു കോളിങ് നിങ്ങൾക്കുണ്ടോ? ഒരു പരിശോധന നടത്തണം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. അപ്പോസ്തലനാകുന്ന പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവിടെ ചെന്ന് അവരെ കാണുവാനും അവരോടുകൂടെ ഒരുമിച്ചായിരിക്കുവാനും ആഗ്രഹിക്കുന്നു എന്ന്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. അവരുടെ അടുക്കൽ പോകുവാൻ അപ്പോസ്തലന് ഹൃദയത്തിൽ വലിയ വാഞ്ചയായിരുന്നു. താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം പ്രസക്തമാകുന്ന വാക്യങ്ങളാണ്. അത് വായിക്കണം. 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം എന്തിനാണ് അവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നത് എന്നും വിശദീകരിക്കുന്നുണ്ട്. ശേഷം 13 മുതലുള്ള വാക്യങ്ങൾ മിഷണറി കോളിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. 16-ാം വാക്യത്തിൽ അതിൻ്റെ രഹസ്യം പറയുന്നുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പോസ്തലനാകുന്ന പൗലോസിൻ്റെ ആഗ്രഹം, ഹൃദയത്തിലെ ആഗ്രഹം നിങ്ങൾ ശ്രദ്ധിക്കുക. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ഞാൻ കടക്കാരനാകുന്നു. യവനന്മാർക്ക്, ബർബരന്മാർക്ക്, ജ്ഞാനികൾക്ക്, ബുദ്ധിഹീനർക്ക് എല്ലാവർക്കും ഞാൻ കടക്കാരനാകുന്നു. കാരണം ഈ സന്ദേശം എത്രയും വേഗം എല്ലാവരുടെയും അടുക്കൽ എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. ആ ഒരു ഉത്തരവാദിത്വം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഉത്തരവാദിത്വം കർത്താവ് നൽകിയിരിക്കുകയാണ്. അതിൽ തന്നെ മിഷണറിമാരാകുവാൻ വേണ്ടിയുള്ള ഒരു കോളിങ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ
ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വിധേയപ്പെടുത്തുവാൻ തയ്യാറാകണം. കർത്താവിന് വേണ്ടി വിധേയപ്പെടുത്തണം. കർത്താവിൻ്റെ ആ കോളിങ്ങിന് സ്വീകരിച്ച് ആ കോളിങ്ങിന് വിധേയപ്പെടുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലന്മാർ, യേശുവിൻ്റെ കൂടെ ആയിരുന്ന അപ്പോസ്തലന്മാർ, 12 അപ്പോസ്തലന്മാർ, അവർ 12 പേരും യൂദാസിന് ശേഷം മത്ഥിയാസിനെ തിരഞ്ഞെടുത്തല്ലോ. അങ്ങനെ മത്ഥിയാസ് ഉൾപ്പെടെ 12 പേരും വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുകയും അൽഫായുടെ മകനാകുന്ന യാക്കോബ്, ആ അപ്പോസ്തലൻ മാത്രമാണ് യെരുശലേം വിട്ട് ദൂരെയെങ്ങും അധികം പോകാതിരുന്നത്. ബാക്കി എല്ലാവരും മറ്റ് ദേശങ്ങളിലേക്ക് കടന്നുപോയി സുവിശേഷം അറിയിച്ചവരാണ്. അതിൽ പത്രോസ് അന്ത്യോഖ്യയിലേക്ക് ആദ്യം പോയി, പിന്നീട് പത്രോസ് റോമിലേക്ക് പോയി. തൻ്റെ അവസാന സമയങ്ങളിൽ പത്രോസ് റോമിലായിരുന്നു. റോമിൽ വെച്ചാണ് പത്രോസ് രക്തസാക്ഷിയായി തീർന്നത്. പത്രോസിനെ അവർ തലകീഴായി ക്രൂശിച്ചു, ക്രൂസിഫൈഡ് അപ്സൈഡ് ഡൗൺ. അങ്ങനെയാണ് പത്രോസ് രക്തസാക്ഷിയായി തീർന്നത്. ആന്ത്രയോസിനെ കുറിച്ച് അറിയുവാൻ കഴിയുന്നത്, ചരിത്രത്തിൽ നിന്ന് അറിയുവാൻ കഴിയുന്നത്, ആന്ത്രയോസ് സിറിയയിലേക്ക് പോയി. സിറിയയിൽ പോയതിനു ശേഷം ഗ്രീസിൽ ചെന്നു, ഗ്രീസിൽ സുവിശേഷം അറിയിച്ചു. ഗ്രീസിൽ വെച്ചാണ് ആന്ത്രയോസ്, അവിടെ വെച്ച് പാട്രോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ആന്ത്രയോസ് രക്തസാക്ഷിയായി തീർന്നു. ആന്ത്രയോസിനെയും അവർ ക്രൂശിക്കുകയായിരുന്നു. അവിടെ വെച്ച് ആന്ത്രയോസ് ക്രൂശിക്കപ്പെടുകയുണ്ടായി. യാക്കോബ്, യോഹന്നാൻ്റെ സഹോദരനാകുന്ന യാക്കോബ് അപ്പോസ്തലന് യെരുശലേമിലെ ഹെരോദാവിൻ്റെ സമയത്താണ് രക്തസാക്ഷിയായി തീർന്നത്. ഹെരോദാവ് യാക്കോബ് അപ്പോസ്തലനെ വാൾ കൊണ്ടു കൊന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിനു മുന്നമേ യാക്കോബ് അപ്പോസ്തലൻ സ്പെയിൻ വരെ യാത്ര ചെയ്ത് സുവിശേഷം അറിയിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യെരുശലേമിൽ വെച്ച് കൊല്ലപ്പെട്ടു, എന്നാൽ അതിനു മുന്നമേ സ്പെയിൻ വരെ യാത്ര ചെയ്തിരുന്നു എന്നാണ് ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യോഹന്നാൻ അപ്പോസ്തലന് മാത്രമാകുന്നു ഒരു സാധാരണ മരണമുണ്ടായത്. ഒരു നാച്ചുറൽ ഡെത്ത് യോഹന്നാൻ അപ്പോസ്തലന് മാത്രമാണ് ഉണ്ടായത്. എഫസോസിൽ വെച്ചാണ്. യെരുശലേമിൽ നിന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ വാർദ്ധക്യകാലത്ത് എഫസോസിലെത്തി. എഫസോസിൽ നിന്ന് പത്മോസിൽ തടവുകാരനായിട്ട് പോയി. അതിനുശേഷം മടങ്ങി വന്ന് നല്ല വാർദ്ധക്യത്തിലാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യോഹന്നാൻ അപ്പോസ്തലൻ ചേർക്കപ്പെട്ടത്. അപ്പോസ്തലനാകുന്ന ഫിലിപ്പിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്, അപ്പോസ്തലനാകുന്ന ഫിലിപ്പ് ഫ്രിഗിയ എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലേക്ക്, ആ സ്ഥലത്തേക്ക് കടന്നു പോവുകയും അവിടെയൊക്കെ സുവിശേഷം അറിയിച്ചു. ഫ്രിഗിയയിൽ വെച്ച് അവിടെ അപ്പോസ്തലനാകുന്ന ഫിലിപ്പിനെ ക്രൂസിഫൈഡ് അപ്സൈഡ് ഡൗൺ, തലകീഴായി ക്രൂശിച്ചു. അങ്ങനെ രക്തസാക്ഷിയായി തീർന്നു എന്ന് വായിക്കുവാൻ കഴിയുന്നു. ബർത്തലമായി അർമേനിയയിലേക്ക് കടന്നു പോവുകയും അർമേനിയയിൽ വെച്ച് ബർത്തലമായി കഴുത്തറുക്കപ്പെട്ടവനായി കൊല്ലപ്പെടുകയുണ്ടായി. അങ്ങനെ അവിടെ വെച്ച് ബർത്തലമായി രക്തസാക്ഷിയായി തീർന്നു. തോമസിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. പേർഷ്യ ഭാഗങ്ങളിലാണ് അപ്പോസ്തലനാകുന്ന തോമസ് കടന്നു വരികയുണ്ടായത്. എന്നാൽ അവിടെ നിന്ന് പ്രത്യേക നിയോഗം ലഭിച്ച് ഇന്ത്യയിൽ കടന്നു വരികയുണ്ടായി. ഇന്ത്യയിൽ ചെന്നൈയിൽ വെച്ച് അപ്പോസ്തലനാകുന്ന തോമസ് രക്തസാക്ഷിയായി തീർന്നു. വീണ്ടും നമുക്ക് ചെറിയ യാക്കോബിനെക്കുറിച്ച്, അൽഫായുടെ മകനായ യാക്കോബിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞതുപോലെ യെരുശലേമിൽ വച്ച് അൽഫായുടെ മകനാകുന്ന യാക്കോബ് അധികം ദൂരമൊന്നും യാത്ര ചെയ്തിട്ടില്ല. അൽഫായുടെ മകനാകുന്ന യാക്കോബ്, ആ യാക്കോബ് മാത്രമാണ് അപ്പോസ്തലനാകുന്ന ആ യാക്കോബ് മറ്റ് ദേശങ്ങളിലേക്കൊന്നും അധികം പോകാതെ യെരുശലേമിൽ തന്നെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചു. യെരുശലേമിൽ വെച്ച് യാക്കോബ് രക്തസാക്ഷിയായി തീർന്നു. തദ്ദായിയെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നത് മെസോപ്പൊട്ടോമിയ ഭാഗത്തേക്ക് കടന്നു പോകുകയും ആ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. അവിടെ വെച്ച് താൻ കല്ലേറിനാൽ കൊല്ലപ്പെട്ടു എന്നാണ്, ബെറൂട്ടിൽ വെച്ച് അവിടെ വെച്ച് രക്തസാക്ഷിയായി തീർന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയുന്നത്. എരിവുകാരനാകുന്ന ശിമോന് നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുകയും വീണ്ടും പേർഷ്യയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. പേർഷ്യയിൽ വെച്ച് രക്തസാക്ഷിയായി തീർന്നു. മത്തായി എത്യോപ്യയിലേക്ക് കടന്നുപോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. എത്യോപ്യയിൽ വെച്ച് അപ്പോസ്തലനാകുന്ന മത്തായി രക്തസാക്ഷിയായി തീർന്നു. യൂദാസിന് പകരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മത്ഥിയാസ് കാസ്പിയൻ ഭാഗങ്ങളിലേക്ക് പോയി സുവിശേഷം പ്രസംഗിക്കുകയും അവിടെ വെച്ച് രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. ഇതൊക്കെയാണ് അപ്പോസ്തലന്മാരെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ ഒരു വലിയ കൂട്ടം യൗവനക്കാർ കർത്താവിൻ്റെ വചനവുമായി
ദേശങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി എഴുന്നേൽക്കണം. നിങ്ങളുടെ മേലൊരു മിഷണറി കോൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധന വിധേയമാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയ മിഷണറി. സ്വർഗത്തിൽ നിന്ന് മനുഷ്യരുടെ ഇടയിലേക്ക്, ഈ ഭൂമിയിലേക്ക്, ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി തീർന്ന് സുവിശേഷം അറിയിച്ച കർത്താവാകുന്ന യേശു ക്രിസ്തു ആകുന്നു ഏറ്റവും വലിയ മിഷണറിയും. നമുക്ക് മോശയുടെ അനുഭവം കാണുവാൻ കഴിയുന്നുണ്ട്. മോശ തൻ്റെ യൗവനകാലത്ത് തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ട് മിദ്യാനിലേക്ക് പോകുകയുണ്ടായി. മിദ്യാനിൽ ചെന്ന് അടുത്ത 40 വർഷക്കാലം മോശ മിദ്യാനിലായിരുന്നു. മിദ്യാനിൽ സെറ്റിൽ ഡൗൺ ആയി. തനിക്കപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല ഒരു ജീവിത സൗകര്യവും കാര്യങ്ങളും എല്ലാമായി സെറ്റിൽ ഡൗൺ ആയി അവിടെ എല്ലാ സുഖസൗകര്യങ്ങളിലും ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് തൻ്റെ മേലുള്ള ആ കോളിങ്ങിൻ്റെ ഒരു വ്യക്തതയുണ്ടാകുകയും കർത്താവ് തന്നോട് പറയുകയാണ് മിസ്രൈമിലേക്ക് പോകുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും അമേരിക്കയിൽ ചെന്നതിന് ശേഷം സെറ്റിൽ ഡൗൺ ആയതിന് ശേഷം നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു, വീടായി, സംവിധാനങ്ങളെല്ലാമായി, അതിനുശേഷം കർത്താവ് ആ വ്യക്തിയെ വിളിക്കുന്നു, ഇന്ന സ്ഥലത്തേക്ക് മിഷണറിയായി പോവുക എന്നതുപോലെയാണ് മോശയ്ക്ക് സംഭവിച്ചത്. മോശ മിദ്യാനിൽ തൻ്റെ കുടുംബവുമായുള്ള ബന്ധത്തിൽ, അമ്മായിയപ്പനുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല സൗകര്യത്തിൽ ആയതിനു ശേഷം കർത്താവ് പറഞ്ഞു 80-ാം വയസ്സിൽ, അതും 80-ാമത്തെ വയസ്സിൽ മോശയോട് കർത്താവ് പറയുകയാണ്, നീ മിസ്രൈമിലേക്ക് പോയി എൻ്റെ ജനത്തെ വിടുവിക്കുക. ഈ മിഷണറി കോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യമാണ്. അവിടെ യഹോവയാകുന്ന ദൈവം മോശയോട് പറയുകയാണ്, ഇസ്രയേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ഇസ്രയേൽ മക്കളുടെ നിലവിളി, ആ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയതിൻ്റെ പരിണിതഫലമായിട്ടാണ് കർത്താവ് ഒരു മിഷണറിയെ എഴുന്നേൽപ്പിക്കുന്നത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ദേശത്തിൻ്റെ ചില ഭാഗങ്ങളിൽ, നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ചില ഭാഗങ്ങളിൽ ഒരു ജനത കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വിടുവിക്കണമേ, അവർക്ക് സത്യദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടില്ല, ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് ആ ജനത കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പിശാച് അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളും തെറ്റായിട്ടുള്ള ആരാധനകളുമൊക്കെ അവരുടെ ജീവിതത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ആ കരച്ചിൽ കേട്ട്, ആ ജനതയുടെ കരച്ചിൽ കേട്ടാണ് കർത്താവ് ഒരു മിഷണറിയെ ആ ദേശത്തേക്ക് അയക്കുന്നത്. ആരൊക്കെയോ എവിടെയൊക്കെയോ കരയുന്നുണ്ട്. ആ കരച്ചിലിൻ്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളായിരിക്കും. ഈ തലമുറയിൽ ഒരു ജനതയുടെ കരച്ചിലിൻ്റെ ഉത്തരമായി തീരുവാൻ വേണ്ടി വിളിയുള്ള വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾ ഒരു മിഷണറിയാണ്. ആ ദേശത്തേക്ക് നിങ്ങൾ പോകുവാൻ, നിങ്ങൾക്ക് കോളിംഗ് വരുമ്പോൾ നിങ്ങൾ പോകുവാൻ തയ്യാറാകണം. ആ ധൈര്യം നിങ്ങൾ കാണിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യും. മോശയെ കർത്താവ് ഉപയോഗിച്ചതുപോലെ ഈ തലമുറയിൽ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുവാൻ വിശ്വസ്തനാകുന്നു. അബ്രഹാമിൻ്റെ അനുഭവം എടുക്കുകയാണെങ്കിൽ അബ്രഹാമിൻ്റെ മേലും ഒരു കോളിംഗ് വരുന്ന സന്ദർഭത്തിൽ സ്വന്തം ദേശം വിട്ടു പുറപ്പെടുവാനുള്ള, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അപ്പോൾ ഈ മിഷണറീസിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ദൗത്യത്തിൽ അടങ്ങിയിരിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വദേശത്തെ വിടേണ്ടതായിട്ട് വരും. നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് ദൂരദേശത്തേക്ക്, അപരിചിതമാകുന്ന ഒരു ദേശത്തേക്കും അപരിചിതമാകുന്ന ഒരു ജനതയുടെ നടുവിലേക്കും കടന്നു പോകേണ്ടതായിട്ട് വരും. അതിന് പ്രതികരിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇന്ന് നമ്മുടെ ഈ തലമുറയിൽ തന്നെ, എൻ്റെ തലമുറയിൽ തന്നെ അത്തരത്തിലുള്ളൊരു കോളിങ്ങിനോട് പ്രതികരിച്ച 100 കണക്കിന് ആളുകളെ എനിക്കറിയാം. നമ്മുടെ നാട്ടിൽ തന്നെ അപ്പോസ്തലനാകുന്ന റോബർട്ട് എഫ് കുക്ക് ആകുന്നുവല്ലോ കടന്നു വന്നത്. എന്നാൽ അപ്പോസ്തലനാകുന്ന റോബർട്ട് എഫ് കുക്ക് ഇവിടെ കടന്നു വരുന്നതിന് മുന്നമേ അസൂസ സ്ട്രീറ്റിൽ വലിയ ഉണർവുണ്ടായ സന്ദർഭത്തിൽ വില്യം ജെയ് സെയ്മൂർ അവറുകളോട് കൂടെയായിരുന്ന, ദേവദാസനാകുന്ന വില്യം ജെയ് സെയ്മൂർ അവറുകളോട് കൂടെയായിരുന്ന, വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന, ചിലർ പറയുന്നത് സെക്രട്ടറി ആയിരുന്ന, വില്യം ജെയ് സെയ്മൂറിൻ്റെ സെക്രട്ടറി ആയിരുന്ന ബർഗ് സായിപ്പ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ആ ബർഗ് സായിപ്പാണ് ആദ്യമായിട്ട് കേരളത്തിൽ കടന്നു വരുന്നത്. കേരളത്തിൽ അടൂരിൽ വന്ന് താമസിച്ച്
ദീർഘകാലം കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയുണ്ടായി. ബർഗ് സാഹിബ് വന്ന് ചില വർഷങ്ങൾക്ക് ശേഷം ബർഗ് സാഹിബ് മടങ്ങി വീണ്ടും അമേരിക്കയിലേക്ക് പോയി. ഈ അസൂസ ഭാഗത്ത്, ലോസ് ഏഞ്ചൽസ് ഭാഗത്ത് നടന്നൊരു പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പോയിട്ട് ബർഗ് സാഹിബ് പ്രസംഗിക്കുകയായിരുന്നു. ഇന്ത്യയിൽ വലിയ സാധ്യതകളുണ്ട്, ഇന്ത്യയിൽ ദൈവപ്രവൃത്തികൾ നടക്കുന്നു. തൻ്റെ അനുഭവമൊക്കെ പങ്കുവച്ച ആ സന്ദർഭത്തിൽ ആ പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ വെച്ചാണ് യൗവനക്കാരനാകുന്ന റോബർട്ട് എഫ് കുക്ക് അവറുകൾ ഇന്ത്യയിലേക്ക് പോകുവാൻ തീരുമാനമെടുക്കുന്നത്. അങ്ങനെയാണ് റോബർട്ട് എഫ് കുക്ക് അവറുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയും പിന്നീട് അതൊരു വലിയ ചരിത്രമായി തീർന്നു, ഒരു വലിയ മിഷണറി ചരിത്രമായി തീർന്നു. ബർഗ് സാഹിബ് തിരികെ മടങ്ങിപ്പോകുകയുണ്ടായി. ആ നിലയിൽ ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഉപാധികൾ, ബർഗ് സാഹിബിനെ അവിടെ അയച്ച് ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പ്രസംഗിപ്പിക്കുന്നു. ആ സമയത്ത് റോബർട്ട് എഫ് കുക്ക് അവറുകൾ ആ പാസ്റ്റേഴ്സ് കോൺഫറൻസിലുണ്ട്. പരിശുദ്ധാത്മാവ് റോബർട്ട് എഫ് കുക്ക് അവറുകളോട് സംസാരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്യഭാഷ പറഞ്ഞ സന്ദർഭത്തിലും ബാംഗ്ലൂർ എന്നുള്ളൊരു വാക്ക് തൻ്റെ അധരത്തിൽ വന്നു എന്നും ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഈ കഴിഞ്ഞുപോയ തലമുറയിൽ ദൈവവിളിയോട്, മിഷണറിയാകുവാൻ വേണ്ടിയുള്ള ദൈവവിളിയോട് പ്രതികരിച്ച ഒരുപാട് പേരെ നമുക്കറിയാം. അവരുടെ പ്രേക്ഷിത വേലകളൊക്കെയും അവരുടെ മിഷണറി പ്രവർത്തനങ്ങളൊക്കെയും വിജയകരമായി തീർന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക്, 10,000-കണക്കിന് ആളുകൾക്ക് അത് വിടുതലായി തീർന്നു. അവരൊരു കാൽച്ചുവട് വച്ചതുകൊണ്ട് അത് മുഖാന്തരമായി ആയിരക്കണക്കിന് മിഷണറിമാർ എഴുന്നേൽക്കുകയുണ്ടായി. നിങ്ങൾ ഒരു മിഷണറിയാകുവാൻ വേണ്ടി വിളിയുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസിൻ്റെ ലേഖനത്തിലെ 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ തന്നെ നമുക്ക് വേണമെങ്കിൽ വായിക്കുവാൻ കഴിയും. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും, വിശുദ്ധ വിളി, കോളിംഗ് എപ്പോഴും ഹോളി കോളിംഗ് ആണ്. വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും, ഇതൊരു ജനറൽ കോളിംഗ് ആയിട്ട് നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. ആ ജനറൽ കോളിങ്ങിൽ തന്നെ സ്പെസിഫിക് അസൈൻമെൻറ്റ്സ് കൊടുക്കുമ്പോഴാണ് ചിലർ പാസ്റ്റേഴ്സായിത്തീരുന്നത്, ചിലർ അപ്പോസ്റ്റോൾസായിത്തീരുന്നത്, ചിലർ പ്രവാചകന്മാരായിത്തീരുന്നത്, ചിലർ സുവിശേഷകന്മാരായിത്തീരുന്നത്, ചിലർ ഉപദേഷ്ടാക്കന്മാരായിത്തീരുന്നത്. ഒരു സ്പെസിഫിക് അസൈൻമെൻറ്റ് വരുമ്പോഴാകുന്നു നിങ്ങൾക്ക് ഒരു ഓഫീസിലേക്കുള്ള പ്രൊമോഷൻ ലഭിക്കുന്നത്. വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. ഇത് ആർക്കും അങ്ങോട്ട് പറയാനൊക്കത്തില്ല. ഇത് കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പാണ്. എന്നെ വിളിക്കണമേ എന്ന് അങ്ങോട്ട് ആർക്കും പറയാൻ കഴിയത്തില്ല. കർത്താവ് നമ്മെ അവിടുന്ന് തന്നെ, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, അവിടുന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് നമ്മെ വിളിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനും മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അപ്പോൾ അവിടെ വ്യാപരിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗ്രേസാണ്. കോളിങ്ങിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗ്രേസ് ആകുന്നു. 11-ാം വാക്യത്തിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുകയാണ്, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനൊരു നിയമനം ലഭിക്കുകയാണ്. അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു മിഷണറി ആകുവാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ആ കോളിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു മിഷണറി ആകുവാൻ വേണ്ടിയുള്ള കോളിംഗ് ഉണ്ടോ? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കോളിങ്ങിന് ചിലപ്പോൾ നിങ്ങൾ ദർശനം കാണണമെന്നില്ല, നിങ്ങൾ സ്വപ്നത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കണമെന്നില്ല. എന്നാൽ ഹൃദയത്തിൽ ശക്തമാകുന്ന ബോധ്യം, ശക്തമാകുന്ന ആന്തരികമാകുന്ന ഒരു സമ്മർദ്ദം വരുന്നു. ദേശങ്ങളിലേക്ക് പോകണം, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കണം. ആ കോളിങ്ങിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അകത്ത് വ്യക്തത ലഭിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കോളിംഗ് വരുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരുപാട് സ്വപ്നമോ ഒരുപാട് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. എനിക്കെൻ്റെ ഹൃദയത്തിലറിയാം ഞാൻ ദൈവവചനം പ്രസംഗിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകുന്നു. വേറെ ഒന്നിനും വേണ്ടിയല്ല എൻ്റെ ഈ ജീവിതം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ലാത്ത ഒരു ഉറപ്പ് അകത്തു വരികയാണ്. സംശയമില്ലാത്ത ഒരുറപ്പ് അകത്തു വരികയാണ്. അതേപോലെയുള്ള ഒരു വ്യക്തത നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ബോധ്യം ലഭിക്കുന്നു. ചില ദേശങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി ഞാനൊരു മിഷണറി ആയിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടാകുമ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, ഇതിനൊരു വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. സാധാരണ ഒരു കാര്യമല്ല. ഇതിനൊക്കെ ഒത്തിരി സംഘർഷങ്ങളും ഒത്തിരി പ്രതികൂലങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. കർത്താവ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ 25 മുതലുള്ള വാക്യത്തിൽ, ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വളരെ വ്യക്തമായിട്ട് കർത്താവ് അവിടെ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് പറയുകയാണ്. ഇതിനൊരു വിലയുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, വേണ്ടെന്ന് വയ്ക്കേണ്ടതായിട്ട് വരും, ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതായിട്ട് വരും, ഏക കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും, ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആകേണ്ടതായിട്ട് വരും. ഒരു ദേശത്തെ വിടുക എന്ന് പറയുമ്പോൾ, നിങ്ങളായിരിക്കുന്ന സ്വന്തം ദേശത്തെ വിടുക എന്ന് പറയുമ്പോൾ, മറ്റൊരു ദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഒത്തിരി വൈകാരിക കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അബ്രഹാമിനോട് പറയുകയാണ്, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭുവനത്തെയും വിട്ടുപുറപ്പെട്ട്. അപ്പം നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിൻ്റെ ഭാഗത്തൊരു സമർപ്പണം ആവശ്യമാണ്. നിൻ്റെ ഭാഗത്ത് ഇതിനെക്കുറിച്ചൊരു വ്യക്തത ലഭിക്കണം, ഒരു ബോധ്യം ലഭിക്കണം. ഇത് ഞാൻ ഈ തീരുമാനം എടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വരാൻ പോകുന്ന സംഘർഷങ്ങൾ, ഞാൻ നേരിടേണ്ടതായിട്ട് വരുന്ന പ്രതികൂലങ്ങൾ, ഞാൻ ചെല്ലുവാൻ പോകുന്ന ദേശത്ത് ഞാൻ നേരിടേണ്ടതായിട്ട് വരുന്ന പെർസിക്യൂഷൻസ്, ചിലപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ രക്തസാക്ഷി വരെ ആയിത്തീരേണ്ടതായിട്ട് വരുമെന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി ആയിരിക്കണം തീരുമാനമെടുക്കേണ്ടത്. ഇത് സുഖകരമാകുന്ന ഒരു കാര്യം എന്നും പ്രയാസവും സങ്കടവും ദുഃഖവും ഒന്നും ആണെന്ന് ഒരിക്കലും കരുതരുത്. നമ്മളെ കർത്താവ് സംരക്ഷിക്കുകയും കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും അവിടുത്തെ ആ നന്മയിലും ബ്ലെസ്സിങ്സിലും നയിക്കുകയും ചെയ്യും. എന്നാൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുവാനുള്ള സാധ്യതകളുമുണ്ട്. അതിലൂടെ കടന്നു പോകും. കഷ്ടം സഹിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കോളിംഗ് അല്ലേ. കോളിംഗ് വിവിധ നിലകളിൽ, ഇപ്പോൾ ഗലാത്യ ലേഖനം 5:1 പോകുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു, അതൊരു കോളിംഗ് ആണ്. ഫ്രീഡത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ അതേപോലെ തന്നെ മറ്റൊരു കോളിംഗ് ആണ് ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം 28 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ കഷ്ടം സഹിക്കുവാനും വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. 2 തിമോത്തിയോസ് അതിൻ്റെ 3:12 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെയും ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും വരുമ്പോൾ അതിൻ്റെ നടുവിലും ഉറച്ചു നിൽക്കുവാനുള്ള കെൽപ്പ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കും, ഞാൻ പിന്മാറത്തില്ല, പുറകോട്ട് പോകുകയില്ല എന്നുള്ള ഒരു ധൈര്യം ഹൃദയത്തിലുണ്ടാകണം. അങ്ങനെ ഹൃദയത്തിലുണ്ടാകുന്ന ആ ബോധ്യത്തിൽ നിന്ന് തീരുമാനമെടുക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് തന്നെ ചില അടയാളങ്ങൾ, ചിലപ്പോൾ ചില ദേശത്തിൻ്റെ വാതിലുകൾ നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുകയായിരിക്കും. ഇപ്പം എനിക്ക് കോളിംഗ് ലഭിച്ചു, എൻ്റെ ഹൃദയത്തിൽ അറിയാമായിരുന്നു മറ്റൊരു ദേശത്ത് ഞാൻ പോകേണ്ടതായിട്ട് വരും, കൂടുതൽ സമയം അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ദേശത്ത് പോയി ദൈവവചനം പ്രസംഗിക്കണമെന്നുള്ളൊരു ബോധ്യം വരുമ്പോൾ അതെങ്ങനെ സംഭവിക്കാനാണ്? എന്നാൽ അത് എൻ്റെ വിവാഹത്തിലൂടെയാണ് സംഭവിച്ചത്. ഞാൻ വിവാഹം കഴിച്ച പ്രിയമകൾ ഷിബ, എൻ്റെ വൈഫ് ഷിബ, ആ മകൾ ജനിച്ചു വളർന്നത് അരുണാചൽ പ്രദേശിലായിരുന്നു. ഷീബയുടെ കസിൻ അരുണാചൽ പ്രദേശിലെ അപ്പോസ്തലനാണ്. ദൈവം ആ അഭിഷക്തനെ അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അങ്ങനെ ആ വിവാഹബന്ധത്തിലൂടെയാണ് ഞാൻ അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെടുവാനും അവിടെ കടന്നു പോകുവാനും അവിടെയുള്ള ശുശ്രൂഷകളിൽ എനിക്ക് ആരംഭ സമയങ്ങളിൽ
ഭാഗമാകുവാനും ഒക്കെ കർത്താവ് അവസരം നൽകി തന്നത്. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ബോധ്യം വന്നു, എൻ്റെ മേലൊരു കോളിംഗ് ഉണ്ട്, ഞാനൊരു മിഷണറി ആയിട്ട് പോകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകുന്നു എന്നുള്ള ഒരു ബോധ്യം, വ്യക്തത ഉണ്ടായി കഴിയുമ്പോൾ, നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ധൈര്യം സംഭരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി വരുവാൻ തുടങ്ങും, ചില അടയാളങ്ങൾ തന്നെ വരുവാൻ തുടങ്ങും. അവിടെ തിരിച്ചറിയണം, കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു, മറ്റൊരു ദേശത്തേക്ക് പോയി അവിടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി എൻ്റെ മേലൊരു കോളിംഗ് വന്നിരിക്കുന്നു, ഞാനൊരു മിഷണറി ആയിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പ് കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇതിന് ശേഷം ഇത് കാണുന്നവർ, ഏത് സമയത്തും ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കാണുന്നവർ, ആ സമയത്തായിരിക്കും, ചിലപ്പോൾ 10 വർഷത്തിന് ശേഷമായിരിക്കും നിങ്ങളിത് കാണുന്നത്. ഏത് സമയത്താണെങ്കിലും പരിശുദ്ധാത്മാവ് ആ സമയത്ത് പ്രവർത്തിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരു മിഷണറി കോളിംഗ് ഉള്ള വ്യക്തിയാകുന്നുവെങ്കിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയും, സ്പിരിറ്റിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയും, ബന്ധപ്പെടുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഉറപ്പു തരും, നിങ്ങളെ ഒരു മിഷണറി ആയിട്ട് വിളിച്ചിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ 15 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഞാനിത് പ്രസംഗിച്ചതിന് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷവും ചിലപ്പോൾ 20 25 വർഷങ്ങൾക്ക് ശേഷവുമായിരിക്കും കർത്താവിൻ്റെ മടങ്ങി വരവ് വേഗത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മടങ്ങി വരവ് വൈകുകയാണെങ്കിൽ ഏത് സമയത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിലും ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു മിഷണറിയായിട്ട് വിളിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഈ സന്ദേശത്തോട് കണക്റ്റാകും. ഒരഭിഷേകത്തിൻ്റെ പകർച്ച നിങ്ങളുടെ മേൽ വീഴും, ഒരു പുതപ്പ് നിങ്ങളുടെ മേൽ വീഴും. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്നവർ മിഷണറി കോളുള്ളവർ ഉണ്ടെങ്കിൽ കർത്താവേ, ഈ സമയത്ത് അവരുടെ ഹൃദയത്തിൽ തീരുമാനമെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് അവരെ ഈ ശബ്ദവുമായിട്ട് കണക്റ്റ് ചെയ്യണം കർത്താവേ. അവർക്ക് കൃത്യമായി ഉറപ്പ് ലഭിക്കട്ടെ, അതേ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഒരു മിഷണറിയായി ചില ദേശങ്ങളിലേക്ക്, ചില രാജ്യങ്ങളിലേക്ക്, ചില സംസ്ഥാനങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു, യേശു എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പ് അവരുടെ ഹൃദയത്തിൽ ലഭിക്കട്ടെ. ആ തീരുമാനം അവർ എടുക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ അവരെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ആ തീരുമാനം എടുക്കുന്ന സമയത്ത് തന്നെ അഭിഷേകത്തിൻ്റെ ഒരു പുതപ്പ് ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വീഴട്ടെ. Asagami katovini gabian takeni rimenchesigil rishakel masuvete rebekesafini leantara. Hallelujah, glory to Jesus. അസാധാരണമാകുന്ന ദൈവസാന്നിധ്യത്താൽ അവർ പൊതിയപ്പെടട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യെസ് ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യൗവനക്കാരുടെ ഇടയിൽ ഒരു വലിയ കൂട്ടം ആളുകൾ മിഷണറീസായിട്ട് എഴുന്നേൽക്കുന്നുവല്ലോ. ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് സഞ്ചരിച്ച് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി കർത്താവ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. യെസ് ലോർഡ്. ഞങ്ങളുടെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്നവർ കർത്താവ് ശാരീരികമാകുന്ന വിടുതൽ സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ അവരെ തുടരണം കർത്താവേ. എല്ലാ മരണകരമാകുന്ന രോഗങ്ങളും വിട്ടുപോകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. സാമ്പത്തിക വഴികൾ തുറക്കണം കർത്താവേ. ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ സന്ദേശം കാണുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ഈ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. മാത്രമല്ല, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ
പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.